ഹായ്, നമസ്കാരം. ഇന്നലെ ബ്രഹ്മയുഗം റിലീസ് ചെയ്തു. ഗംഭീരമായുള്ള അഭിപ്രായങ്ങൾ നേടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. അർജുൻ അശോകൻ അങ്ങനെ നല്ലൊരു മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഒരു പടം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും അതൊരു നല്ലൊരു പടമായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മമ്മൂക്കയെ പൊക്കിയൊക്കെ അടിച്ചുകൊണ്ട് കുറേ കമന്റുകളൊക്കെ വരുന്നുണ്ട്. അത് ഇടുന്നത് മമ്മൂക്കയുടെ ആരാധകനാണോ അതോ ഹേറ്റേഴ്സ് ആണോ ഒന്നും അറിയത്തില്ല. എങ്കിലും അതിൽ കുറേ കമന്റുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. മമ്മൂക്ക 2000-ത്തിന് ശേഷം ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ച പടമാണ് ബ്രഹ്മയുഗം എന്ന്. അതൊരു മമ്മൂക്കയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് മമ്മൂക്കയുടെ ആരാധകനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം 2000-ന് ശേഷം അഭിനയിച്ച ഏറ്റവും നല്ല പടം അല്ലെങ്കിൽ ഏറ്റവും അഭിനയ മുഹൂർത്തമുള്ള പടം ഇതൊന്നും അല്ല. ഇതിനെക്കാട്ടിയും ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു പടം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. 2000-നും ഈ 2024 ഇടയ്ക്കുള്ള പാലേരി മാണിക്യം എന്ന സിനിമ 3 ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിനെ വെല്ലുന്ന ഒരു കഥാപാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്ന മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടർ. അതിൽ ഒരു വശം അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ 3 റോളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്ര ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം 2000-ന് ശേഷം ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തമുള്ള ഒരു സിനിമ ബ്രഹ്മയുഗം അല്ല. പിന്നെ വേറൊരു പടം കൂടെ ഞാൻ പറയാം, പത്തേമാരി. അത് 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 3ലും പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്ന അഭിനയ മികവ് അതൊന്നും ബ്രഹ്മയുഗത്തിനെ വെല്ലുന്ന അഭിനയ മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മയുഗം വേറെ ലെവലാണ്. പക്ഷേ ഈ 2000-ന് ശേഷം നമുക്ക് അഭിനയിച്ച ഈ 2 പടങ്ങൾ വെച്ച് അതൊക്കെ കാണണം. എന്നിട്ട് ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ബ്രഹ്മയുഗം 2000-ന് ശേഷം നമുക്ക് അഭിനയിച്ച നല്ല പടം അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് പറയരുത്. അത് വളരെ മോശമാണ്. പിന്നെ വേറെ കമൻറ്റ് വന്നിരിക്കുന്നത് മമ്മൂക്ക ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടനായി മാറിയിരിക്കുന്നു. അതും മമ്മൂക്കയുടെ ആരാധകൻ പറഞ്ഞിരിക്കുന്നു. മമ്മൂക്ക മിനിമം ഗ്യാരണ്ടി ഉള്ള നടനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിതാ പറയുന്നത്? നേരെ 1980 കാലഘട്ടം തൊട്ട് 90s ആയാലും ഇപ്പം 2000, 2010, 2020 ഇനി 2030 പോകുന്നു. ഇപ്പോഴും പുള്ളി മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണ്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും നാളും ഈ ഫീൽഡിൽ അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്നും സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞ് ആ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നത്. അല്ലാതെ മിനിമം ഗ്യാരണ്ടി ഇപ്പോഴല്ല അങ്ങേർക്ക് ഉണ്ടായത്. അങ്ങേര് 80s തൊട്ട് ആ മിനിമം ഗ്യാരണ്ടി ഉള്ള നടൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ എന്ന് പറയാം. സ്റ്റാർ എന്നും പറയാം, നടൻ എന്നും പറയാം. അങ്ങനെ മിനിമം ഗ്യാരണ്ടി ഉള്ള നടൻ തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഈ ഇപ്പം വന്ന പിള്ളേർ കാണുന്ന മമ്മൂക്കയല്ല. പണ്ട് 80s-ലും 90s-ലും 20s-ലും ഇപ്പോൾ 2010-ലും 2020-ലും എല്ലാം അങ്ങനെ മിനിമം ഗ്യാരണ്ടി ഉള്ള നടൻ തന്നെയാണ്. അല്ലാതെ ഈ ഇടയ്ക്ക് പൊട്ടിമുളച്ചല്ല മമ്മൂക്ക. കുറേ കമൻറ്റുകൾ ഞാനത് പറഞ്ഞു പോയതാണ്. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മിനിമം ഗ്യാരണ്ടി ഉള്ള നടൻ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. പൊക്കി പറയുമ്പോൾ മമ്മൂക്കയൊക്കെ പൊക്കി പറയേണ്ട ആവശ്യമില്ല. ഒരു 45 വർഷത്തോളമായിട്ട് ഈ സിനിമ ഫീൽഡിൽ നിൽക്കുന്നതിന് മിനിമം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എപ്പോഴൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞേനെ. അതുപോലെ തന്നെ എനിക്ക് നല്ല വ്യത്യാസം മമ്മൂക്ക ഫാൻസിൽ നിന്നൊക്കെ ഉണ്ടായി തുടങ്ങിയത് പണ്ട് നമുക്ക് ഈ കോവിഡിനൊക്കെ മുമ്പായിട്ട് ഉണ്ട എന്ന സിനിമയും അതുപോലെ മധുരാജയം വന്നായിരുന്നു. ഈ ഉണ്ട എന്ന സിനിമയും മമ്മൂക്കയുടെ ആരാധകർ തന്നെ അതിനെ ഞാൻ പല മമ്മൂക്കാരാധകരും സംസാരിച്ചത് ഉണ്ട ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മധുരാജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഉണ്ട പോലെ ഇത്രയും ഗംഭീരമായൊരു പടത്തെ പല മമ്മൂട്ടി ഫാൻസുകാർക്കും ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതിന് ഇതുപോലൊരു പോസിറ്റീവ് റിവ്യൂസ് ഒന്നും ഉണ്ടയ്ക്ക് കിട്ടിയില്ല. എന്ത് നല്ല പടമായിരുന്നത്. പക്ഷേ അന്ന് മധുരാജ 100 കോടി ആ സമയത്തൊക്കെ ഈ 100 കോടി ക്ലബ്ബ് അതൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ട് ഇരുന്ന സമയമുണ്ടായിരിക്കും. മമ്മൂക്കാരാധകർ മൊത്തം മധുരാജയ്ക്ക് പുറകെ. പക്ഷേ ഉണ്ടയായിരുന്നു നല്ല പടം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക ആരാധകർക്കായാലും മമ്മൂക്കയുടെ സിനിമ കാണുന്ന ആൾക്കാർക്ക് ഒരു ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ കോടിത്തിളക്കത്തിൻ്റെ പിറകിലോട്ട് മമ്മൂക്ക ആരാധകർ ഇപ്പം പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഈ ബ്രഹ്മയുഗത്തിനും കാതൽ നിന്നും ഇത്രയും പോസിറ്റീവ് അഭിപ്രായം കൊടുക്കത്തില്ല. അപ്പം നല്ല മാറ്റങ്ങളുണ്ട് മമ്മൂക്കയുടെ ആരാധകർ അല്ലെങ്കിൽ മമ്മൂക്ക സിനിമ കാണുന്ന മമ്മൂക്ക ഫാൻസിനും മറ്റുള്ളവർക്കല്ല. പക്ഷെ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് ഈ മമ്മൂക്കാർ മിനിമം ഗ്യാരണ്ടിയുള്ള നടനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2000-ന് ശേഷം മമ്മൂക്കയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ അതിനിടയ്ക്കുള്ള കാഴ്ച എക്സാമ്പിളായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പോലത്തെ പടമൊക്കെ ഈ 2000-ന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്നും കാണാത്ത പിള്ളേർ 2020-ന് ശേഷം മമ്മൂക്കയുടെ കുറച്ച് പടം കണ്ടിട്ട് മിനിമം ഗ്യാരണ്ടിയുള്ള നടനൊന്നും അയ്യോ അങ്ങേര് 40-45 വർഷമായിട്ട് മിനിമം ഗ്യാരണ്ടിയുള്ള നടൻ തന്നെയാണ്. അങ്ങനെ പൊക്കി പറഞ്ഞ് അങ്ങേരുടെ വില തന്നെ കൊണ്ട് കളയാതെ ഇരിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യാം. ബ്രഹ്മയുഗത്തെക്കാട്ടിലും അങ്ങേര് അഭിനയിക്കാൻ പോകുന്നത് അടുത്ത പടത്തിലാണ്. അതിനെക്കാട്ടിലും ഗംഭീരമെന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ അതൊക്കെ പുള്ളിക്ക് നെക്സ്റ്റ് പടം ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി വീണ്ടും
തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പ്രമേയം കഴിഞ്ഞ് അടുത്തൊരു പടം വരും, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ആ രീതിയിലൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനി പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രായം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരും. ഇതായിരിക്കത്തില്ല അദ്ദേഹത്തിന് ഇനി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരുന്നത്. അടുത്ത പടമായിരിക്കും, അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പടമായിരിക്കും. അങ്ങനെ പോകത്തുള്ളൂ മമ്മൂക്ക, അല്ലാതെ താഴോട്ട് ഇനി മമ്മൂക്ക പോകത്തില്ല.